മലപ്പുറം കോട്ടക്കുന്ന് എന്നൊരു സ്ഥലത്തു നിന്നൊരു കലാകാരൻ. ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളെയും പോലെ ഓടി നടന്ന് മാതാപിതാക്കളുടെ മുന്നിൽ കളിച്ചൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തളർന്നു വീഴുന്നു. മസ്കുലർ അട്രോഫി എന്നൊരു രോഗം. അതിനെയെല്ലാം തോപ്പിച്ച് ഇന്ന് വരകളുടെ ലോകത്ത് ഒരു വലിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. സ്വാഗതം ചെയ്യാം ജസ്ഫറിനെ. എപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു രോഗം റിക്കഗ്നൈസ് ചെയ്തത്? 5-ാമത്തെ വയസ്സിലാണ് ചെറിയ പ്രയാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് പാരൻസ്. അപ്പോൾ അന്ന് മുതൽ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി. നോർമലായിട്ടുള്ളൊരു കുട്ടിയെ പോലെ അല്ല സ്റ്റെപ്പ് എല്ലാം കയറുന്നത്. എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യം ചെയ്യുന്നേണ്ടി വരികയാണെങ്കിൽ ഓടി കളിക്കുമ്പോഴും ഒക്കെ ചെറിയ പ്രയാസങ്ങൾ മാതാപിതാക്കൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ 10 വയസ്സ് വരെ വേണ്ടി വന്നു. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തു. അതിങ്ങനെ നടക്കാൻ ഒട്ടും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഞാനൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഏജിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും നമുക്കറിയില്ലല്ലോ. പിന്നീട് 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടും നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ പഠനമൊക്കെ നിർത്തേണ്ടി വന്നു. വീട്ടിൽ തന്നെ നമ്മുടെ എല്ലാ ലോകവും വീടിനകത്ത് തന്നെ. അപ്പോഴും വരയ്ക്കുമായിരുന്നു, കൈ കൊണ്ട് തന്നെ വരയ്ക്കും. 10 വയസ്സ് വരെ ആ ചെറുപ്പപ്രായത്തിൽ തന്നെ കൈ കൊണ്ട് വരയ്ക്കുമായിരുന്നു? ഞാൻ കൈ കൊണ്ട് വരയ്ക്കുമായിരുന്നു. പെയിൻറ്റിങ്ങിനോടും വരയോടും. മത്സരങ്ങൾക്ക് ആ സമയത്ത് പോയിട്ടുണ്ടോ? ആ ചെറിയ രീതിയിലൊക്കെ മത്സരം. അത്ര ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒന്നുമല്ല, എന്നാലും താല്പര്യമായിരുന്നു ഭയങ്കര ഒരു. പിന്നീട് വീട്ടിൽ തന്നെ ഇരിക്കലായപ്പോൾ നമുക്ക് വായിക്കാനാണ് തുടങ്ങിയത്. ആദ്യം വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡയറിയൊക്കെ എഴുതുമായിരുന്നു. പിന്നെ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഒരു ഘട്ടത്തിലാണ് വരയിൽ കൂടുതൽ ശ്രദ്ധിച്ച് തുടങ്ങിയത്. കാരണം അത് ചെയ്യുമ്പോൾ നമുക്ക് അതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഒരുപാട് ടൈം ഫ്രീ ആയിട്ടുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കല്. അപ്പോൾ അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു. അതാണ് എൻ്റെ ഒരു കരിയർ എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു ഘട്ടത്തിലുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ പെയിൻറ്റിങ് തന്നെ ശ്രദ്ധിച്ചു. പക്ഷെ അപ്പോഴും കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് മാറുകയാണ്. പിന്നീട് അങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ആയപ്പോൾ പിന്നെ അതും നിർത്തി, പെയിൻറ്റിങ്ങും നിർത്തിയിരുന്നു. പിന്നെ ഈ വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം എഴുതാനാണ് പഠിച്ചത്. വായിൽ പെൻസിൽ വെച്ചിട്ട് മലയാള അക്ഷരങ്ങളും ഇംഗ്ലീഷിൽ എഴുതാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആ എഴുത്താണ് പിന്നീട് പെയിൻറ്റിങ്ങിലേക്ക് വീണ്ടും അതിൻ്റെ അത് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. കണ്ണിനെല്ലാം പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഈ വരച്ച് നമുക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് ലെവലിലെത്തുമ്പോൾ ആ ഒരു പ്രയാസങ്ങളൊക്കെ അതൊരു സന്തോഷമായിട്ട് മാറുമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം ആ ഒരു അവസ്ഥയിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അന്ന് തന്നത്. പിന്നെ എന്ത് തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്? ഓട്ടോബയോഗ്രഫി ആയിരുന്നു കൂടുതൽ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ, അതുപോലെ സ്റ്റീഫൻ ഹോക്കിൻസ്. സ്റ്റീഫൻ ഹോക്കിൻസിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആദ്യമായിട്ട് TV കാണുമ്പോൾ ഏതെങ്കിലും ഒരു പ്രായത്തിലായിരിക്കുമല്ലോ, ഏത് പ്രായത്തിലാണ് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിൽ അദ്ദേഹം വന്നൊരു സമയത്ത് ന്യൂസിലെല്ലാം കാണിച്ചു. അന്നേരം അത്ഭുതമായിരുന്നു. സ്വയം മോട്ടിവേറ്റ് ആയി. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ വീൽ ചെയറിൽ ഇരുന്നോണ്ട് സ്വന്തമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നോളജി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ളത് റീഡ് ചെയ്ത് അതൊരു വോയിസ് ആയിട്ട് വരികയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണ് അന്ന് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മളെക്കാൾ എത്രയോ പ്രായം ഉള്ള ആളാണല്ലേ. നമ്മളെക്കാൾ ഒരു കുറേ 20-30 വർഷം പുറകോട്ട് അതിനു മുമ്പ് ജനിച്ച ആള് ഈ ലോകത്തെ മൊത്തം. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ലോകം കാത്തിരിക്കുക, അങ്ങനെ എന്താണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏതൊരവസ്ഥയിലാണെങ്കിലും അവന് ചെയ്യാനുള്ളത് ലോകത്ത് ചെയ്തിട്ടാവും പോകുന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണത്. തീർച്ചയായിട്ടും നമുക്ക് അന്നൊരു വലിയൊരു അത്ഭുതത്തോടെയാണ് അത് അന്ന് കണ്ടത്. അന്ന് ഇന്ത്യയിൽ കുറച്ചൊരു വിസിറ്റിന് വന്നൊരു സമയം ഉണ്ടായിരുന്നു. TV നിറഞ്ഞ് കയറുന്നത്. ഈ പ്രോത്സാഹനങ്ങളാണോ ഏറ്റവും കൂടുതൽ കിട്ടിയത്, അത് അനുകമ്പയുള്ള നോട്ടങ്ങളാണോ? രണ്ടും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രോത്സാഹനങ്ങളാണ് കൂടുതൽ എന്നുള്ളതാണ്. എൻ്റെ ഒരു പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരാരും ഇപ്പോൾ ഇങ്ങനെ അസുഖമുള്ള ഒരാളാണ്, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ആളാണ് എന്ന രീതിയിൽ തന്നെ എപ്പോഴും ഒരു സമയത്തും എന്നെ ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ വീട്ടിലൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ, കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ ഒക്കെ ഞാൻ മുമ്പിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോത്സാഹനമായിരുന്നു. ആരും എന്നെ ഒരു അസുഖക്കാരനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊന്നും എനിക്കങ്ങനെ ഒരു ഉണ്ടായില്ല. പക്ഷെ ചില ആളുകൾ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ പല ആളുകളുടെയും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അത് അവരുടെ അറിവില്ലായ്മ എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് അതിനേക്കാളും ഒരു ഭാഗത്തും നമുക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുടെ അത് അവരുടെ ഒരു കുറവായിട്ടും അവരുടെ ഒരു ഞാനത് നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ആ സിറ്റുവേഷനൊക്കെ. എനിക്കങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊന്നും ഒരിക്കലും എന്നെ എവിടെയും ടച്ച് ചെയ്തിട്ടില്ല അതൊന്നും. വരകൾ കൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ സാധിക്കാറുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്താണ്? എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് ഒരു ആർട്ട് എന്നുള്ളത്. അത് കാരണം മറ്റെന്തിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊരു നല്ലൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും എൻ്റെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ആണെങ്കിലും ഇപ്പോൾ ദുബായ് പോലൊരു നഗരത്തിൽ ഞാനിപ്പോൾ 3 മാസമായി വന്നിട്ട് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി ഇത്രയും സമയം ഇവിടെ നിൽക്കാനും എല്ലാത്തിനും ഒരു നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ ലോകത്ത് എങ്ങനെയാണോ ജീവിക്കുന്നത്, നമ്മളുടെ ഒരു സ്ഥാനം സമൂഹത്തിലോ അത് ഉണ്ടെന്നോ മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനും എല്ലാത്തിനും എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുള്ളത് എൻ്റെ വരയിലൂടെ. ഈ സ്കൂളിലൊക്കെ ആദ്യകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുടെ ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എല്ലാവരും അധികം ആളുകളായിട്ടും കണക്ഷൻ ഉണ്ട്. ഒരു സക്സസ് മാൻ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകളോട് പറയുന്ന ഉപദേശം എന്തായിരിക്കും? നമുക്കങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു സക്സസ് മാൻ എന്നുള്ളത് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്, ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ എണീക്കുമ്പോൾ അന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ടെന്നൊരു തോന്നലുണ്ട്. സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മറ്റുള്ളവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളിലാണ് ഞാൻ എൻ്റെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് വരെയാണ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. എനിക്ക് ആളുകളെ കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ വൈഫിനോട് പറയും, ഇപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പുറത്ത് ദുബായിയുടെ ഒരു പ്രത്യേകത അറിയാലോ, ഒരു തെരുവിൽ നിന്ന് കഴിഞ്ഞാൽ ഫുട്പാത്തിലൂടെ പോകുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യത്തിലെയും ആളുകൾ ആ ഒരു വംശത്തിൽപ്പെട്ട ആളുകൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഭയങ്കര സന്തോഷം തരും, ആളുകളെ കാണുക, അവരായിട്ട് സംസാരിക്കുക. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ കൂടുതലായിട്ട് സമയം ചെലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് തന്നെയാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്.